Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So, എല്ലാ സ്റ്റുഡൻസിനെയും ഓർമ്മിപ്പിക്കാനായിട്ട് എനിക്കൊരു കാര്യമുള്ളത്, നമ്മുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറേ അധികം വീഡിയോസ് പ്ലേലിസ്റ്റ് വൈസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. സോ ന്യൂ ആയിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കേരള സെറ്റ് 2022 പ്രിപ്പറേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ കുറേയധികം വീഡിയോസും കുറേയധികം ടിപ്സും ട്രിക്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റ് വൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മിസ് ഔട്ട് ചെയ്യാതെ എല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 110% ഉറപ്പാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു our motivational quote of today's. യു ആർ കേപ്പബിൾ ഓഫ് മോർ ദാൻ യു നോ. നിങ്ങൾക്ക് നിങ്ങളറിയുന്ന ഒരു ലെവലുണ്ട്. അതായത് നിങ്ങൾക്കായിട്ട് തന്നെ ഒരു ലിമിറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എനിക്കിത്രേ പറ്റുള്ളൂ, ഞാൻ ഈ ഒരു ലെവലേ ഉള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ട് ഒരു ബോർഡർ ലൈൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ട്. ഏതൊരു എക്സാം ആയിക്കോട്ടെ, എന്തൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ലൈഫിൽ വരുന്ന ബാഡ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈസിലി അതിലൂടെയൊക്കെ കടന്നു പോരാൻ പറ്റും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദിസ് ടൈം ടു ഷാൽ പാസ് എന്നുള്ള ഒരു പ്രോവർബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു കേപ്പബിലിറ്റിയിൽ, നിങ്ങളുടെ ആ ഒരു എബിലിറ്റിയിൽ കുറച്ച് ട്രസ്റ്റും കുറച്ച് ബിലീഫും വേണം. ഓക്കെ, ഓവർ കോൺഫിഡൻസ് വേണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ട്രസ്റ്റ്, നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വേണം. എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ ഒരു എക്സാമിന് ക്രാക്ക് ഔട്ട് ചെയ്യും എന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എൻ്റെ ഉള്ളിലൊരു സ്ട്രെങ്ത് ഒക്കെ ആയി, ഇനി എനിക്ക് എൻ്റെ എക്സാമിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാം എന്നുള്ളത്. അല്ലാതെ കുറേ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, ഞാൻ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഡൗട്ടാണ്, ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് മൈ എക്സാം വെരി വെൽ എന്ന്. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് വി ആർ സ്റ്റാർട്ടിങ് our വീഡിയോ ഓഫ് ടുഡേയ്സ്. ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പാർട്ട് 6 ഓഫ് ജനറൽ പേപ്പർ സീരീസാണ്. നമ്മളിപ്പോൾ ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നത് 2021 14th ഓഗസ്റ്റ് കണ്ടക്ട് ചെയ്ത പേപ്പർ 1, ദാറ്റ് ഇസ് ജനറൽ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർട്ട് 5 വരെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ പാർട്ട് 5 വരെ മിസ് ഔട്ട് ചെയ്തവർ ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് നൗ വി ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 30. ക്വസ്റ്റ്യൻ നമ്പർ 30 ഇതാണ്. പ്ലേറ്റോ ഇൻ ടീച്ചിങ് ലേണിംഗ് കോണ്ടെക്സ്റ്റ് എസ്. ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നത്: ഓപ്ഷൻ എ പ്രോഗ്രാംഡ് ലേണിംഗ് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ, ഓപ്ഷൻ ബി പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ, ആൻഡ് ഓപ്ഷൻ സി programmed learning for augmented teaching outcome, and option D programmed logic for automated teaching outcome. And here the answer will be option D, that is programmed logic for automated teaching outcome. എനിക്ക് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഹോംവർക്കും ഇത് തന്നെയാണ്. പ്ലേറ്റോ ഇൻ ടീച്ചിങ് ലേണിംഗ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. എന്നിട്ട് പ്ലേറ്റോ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ കീ പോയിൻറ്റ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റഡ് പോയിൻറ്റ്സ് എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ബുക്കിൻ്റെ സൈഡിൽ ഒന്ന് എഴുതിയിട്ടുള്ളൂ. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ താഴെ നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാൻ. ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് എന്താണോ അത് നിങ്ങൾ മംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അതിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. Moving to the next question, question number 31. Which among the following is basis of Gandhian philosophy? Options are: option A idealism, option B naturalism, option C pragmatism, and option D blending of all. So ഈ ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം ഇതെല്ലാം ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. സോ മിസ് ഔട്ട് ചെയ്തവർക്ക് നിങ്ങളുടെ ഡെയിലി ടോപ്പ് മിനി സീരീസിലോ അതുപോലെ തന്നെ ചില സീരീസിൽ ഞാൻ ഈ ഓരോ
പോയിൻറ്റും മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ 3 ടേംസ് ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, അതുപോലെ റിയലിസം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ ടേംസ് ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ഡി തന്നിട്ടുണ്ട്, ബ്ലെൻഡിങ് ഓഫ് ഓൾ എന്നുള്ളത്. ഗാന്ധിയൻ ഫിലോസഫിയുടെ ബേസിസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ബ്ലെൻഡിങ് ഓഫ് ഓൾ. ഓക്കെ, ഈ ഒരു ഗാന്ധിയൻ ഫിലോസഫിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഐഡിയലിസം, നാച്ചുറലിസം ആൻഡ് പ്രാഗ്മാറ്റിസം. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. ഇതിനെ ബേസ് ചെയ്ത്, ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ഞാനൊരു കീവേഡ് സെക്ഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സിനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഒരു വീഡിയോ വേഗം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, സോ വെയിറ്റ് ഫോർ ഇറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ തീർത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31. ഇതിൽ ഒരു കീ പോയിൻ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. KKPP, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ ഒരു ഓൾ ഓഫ് ദ എബോവ്, ഇല്ലെങ്കിൽ ബോത്ത് A and B, അല്ലെങ്കിൽ ബോത്ത് B and C എന്നൊക്കെ പറഞ്ഞ ഒരു ഓപ്ഷൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഉണ്ടെങ്കിൽ, അതായത് ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ പ്രോബബ്ലി ആ ആൻസർ ആയിരിക്കും വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ആ ഓപ്ഷൻ ആയിരിക്കും വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. കാരണം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 31 തന്നെ നോക്കുകയാണെങ്കിൽ ABC, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്ലെൻഡിങ് ഓഫ് ഓൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓൾ ഓഫ് ദ എബോവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ എല്ലാ ABCൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്നാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. സോ ക്വൈറ്റ് ഈസി, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനും വളരെ ഈസിയാണ്. ഓക്കെ, so moving to the next question number 32. Kerala State Education Council is കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കൗൺസിൽ. അവിടെ കേരള ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, കൗൺസിൽ ഉണ്ട്. സോ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കൗൺസിലിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ജസ്റ്റ് തിങ്ക് ദാറ്റ് ഈ ഒരു കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കൗൺസിലിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കൂ. സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അതവിടെ നമ്മൾ സൈഡിൽ വെച്ചു. ഇനി നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Option A, to render advice to the government, universities and other institutions of higher education in the state. നമ്മളുടെ സ്റ്റേറ്റിൽ അഡ്വൈസ് റെൻഡർ ചെയ്യുന്ന ഒരു സെക്ഷൻ ഓഫ് കൗൺസിലിനെയാണ് ഈ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നുള്ളതാണ് ഓപ്ഷൻ എയിൽ അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ടു കോർഡിനേറ്റ് ദ റോൾ ഓഫ് ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് അപ്പെക്സ് regulatory agencies higher education within the state. സോ ഇവിടെയും നമ്മൾ ഓപ്ഷൻ എയിൽ കണ്ട പോലെ ഒരു സിമിലർ ആയിട്ടൊരു സെൻറ്റൻസ് തന്നെയാണ്. ഒരു കോർഡിനേഷൻ എന്നേ അവർ ഇവിടെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ. ബാക്കി ഗവൺമെൻറ്റിനും യൂണിവേഴ്സിറ്റീസിനും ഒരു അപ്പെക്സ് റെഗുലേറ്ററി ഏജൻസി ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻ ബിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. To provide common facilities in higher education without impinging upon the autonomy other institutions of higher education. ഇവിടെയും അവർ ഹയർ എഡ്യൂക്കേഷൻ്റെ പോയിൻ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ഓൾ ഓഫ് ദ എബോവ്. സോ തൊട്ട് മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ KKPP ട്രിക്ക് എന്തായിരുന്നു? അതായത് ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓൾ ഓഫ് ദ എബോവ് എന്നുള്ള ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അവേ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെ എത്താം. ഓപ്ഷൻ ഡി, ഹിയർ ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. പിന്നെ നിങ്ങൾക്കിത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ ഓപ്ഷൻ എയും ബിയും സിയും ഡിസ്കസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷനെ ബേസ് ചെയ്താണ് അല്ലേ? ആ 3 പോയിൻറ്റിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു ടേം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. സോ നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എപ്പോഴൊക്കെ ഇതുപോലുള്ള ഒരു സെൻറ്റൻസ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് എന്തൊരു വലിയ ക്വസ്റ്റ്യനാണ്, ഇത് ആകെ കൺഫ്യൂഷനാവും, എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയില്ല, എനിക്കിതിൻ്റെ ടേം അറിയില്ല എന്ന് ടെൻഷൻ അടിക്കുന്നതിന് മുന്നേ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി യു പീപ്പിൾ ക്യാൻ ഈസിലി ഗെറ്റ് ഇൻ ടു ദ ആൻസർ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കല്ല വേണ്ടത്, ഞാനിതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഞാനിതിനെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ,
സോ എപ്പോഴും നമ്മൾ അങ്ങനത്തെ രീതിയിൽ വേണം ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. എക്സാമിനേഴ്സ് എന്ത് രീതിയാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് തന്നെ ഞാൻ ചിന്തിച്ച് അതിൻ്റെ ആൻസറിലേക്ക് ഞാൻ എത്തും എന്ന് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു എക്സാം ഹാളിലേക്ക് കയറാനായിട്ട്. അങ്ങനെ വരുമ്പോൾ എക്സാമിനർ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾക്ക് കറക്റ്റ് ആൻസർ തന്നെ അവിടെ നോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാച്ച് ദ ഫോളോയിങ് കാണാറുണ്ട്. ഇതുവരെ നമ്മളിപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നൗ വി ആർ ഹിയർ വിത്ത് ദ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് ആ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് 4 ഫേമസ് വ്യക്തികളുടെ പേര് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ജോൺ ഡ്യൂയി, ഫ്രൊബൽ, മോണ്ടെസ്രോയി, റോസിയോ. സോ ഈ 4 ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ഞാൻ ഗോൾഡൻ സീരീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഗോൾഡൻ സീരീസ് മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കാണണം. കാരണം അതിൽ ഞാൻ 25 കീവേഡ്സ് ഇൻ 1 സീരീസ് അല്ലെങ്കിൽ 25 കീവേഡ്സ് ഇൻ 1 വീഡിയോ എന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് അത് മിസ് ഔട്ട് ചെയ്യാതെ മസ്റ്റായിട്ട് കാണണം. കാരണം നമുക്ക് അത്ര ബഞ്ച് ഓഫ് പോയിൻറ്റ്സ് ആണ് ഒരു വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നത്. സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അത്ര വാല്യുബിൾ ആയിരിക്കും, അത്ര യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു ടീച്ചർ ഇത്ര റിപ്പീറ്റ് ചെയ്ത് പ്ലേലിസ്റ്റ് കാണണം, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ യു ഷുഡ് തിങ്ക് എന്തുകൊണ്ടാണ് മാഡം അത്ര ഇമ്പോർട്ടൻസോടുകൂടി പറയുന്നത്, അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, കഴമ്പുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വൈസായിട്ട് തീരുമാനം എടുക്കുക, നിങ്ങൾ കാണുക, അതിൻ്റെ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ബാക്ക് ടു ആ ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സാണ് മാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്കറിയാലോ, ABCD, അത് നമുക്ക് ആകെ കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസാണ് മാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജോൺ ഡ്യൂയി എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഇസ് പ്രിപ്പറേഷൻ ഓഫ് ലൈഫ് എന്നുള്ളൊരു പോയിൻ്റാണ്. ഫ്രൊബലിന് എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റീകൺസ്ട്രക്ഷൻ. മോണ്ടെസ്രോയി എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് റിപ്പിറ്റേഷൻ ഓഫ് പാസ്റ്റ് ലൈഫ്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ള റോസിയോ പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. സോ ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഓരോ ടിപ്പ് പറഞ്ഞു തരാം. അതായത് ലാസ്റ്റത്തെ പോയിൻ്റ്, അതായത് റോസിയോനെ നമുക്കൊരു റോസായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യാം തൽക്കാലത്തേക്ക്. ഓക്കെ, ഫോർ ടൈം ബീങ് റോസ് ആണെങ്കിൽ അത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. നേച്ചർ അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരുമ്പോൾ എഡ്യൂക്കേഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ്സ് എന്നല്ലേ, അപ്പോൾ അതിന് നമ്മൾ നേച്ചറായിട്ട് റിലേറ്റ് ചെയ്തു. സോ റോസിയോ എന്ന് പറയുമ്പോൾ അതൊരു നാച്ചുറൽ പ്രോസസ്സ്, നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതുകൊണ്ട് അതൊരു നാച്ചുറൽ പ്രോസസ്സ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇതുപോലെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതെന്തൊരു കഷ്ടമാണ്, എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു മൈൻഡായിരിക്കും നിങ്ങൾക്ക്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ മോണ്ടെസ്രോയിൽ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിപ്പിറ്റേഷൻ ഓഫ് പാസ്റ്റ് ലൈഫിൻ്റെ ഒരു റിപ്പിറ്റേഷൻ എന്നാണ് പറയുന്നത്. മോണ്ടെസ്രോയി നിങ്ങളെപ്പോഴും കേട്ടിരിക്കുന്നത് എന്താണ്? ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് മോണ്ടെസ്രോയിൽ പറയുന്നത്. സോ മോണ്ടെസ്രോയി റിപ്പിറ്റേഷൻ, നമ്മളുടെ പാസ്റ്റ് ലൈഫിൻ്റെ റിപ്പിറ്റേഷൻ, നമ്മളുടെ മക്കളെ കാണുമ്പോൾ ഉണ്ടാവുന്നത് നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ റിപ്പിറ്റേഷനാണ്. ആ കുഞ്ഞുനാളിൽ ആ ചൈൽഡ്ഹുഡ് ഡേയ്സ് എല്ലാം നമുക്ക് ഓർമ്മ വരും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്, എൻ്റെ കുട്ടിയെ കാണുമ്പോഴാണ് ഞാൻ അതുപോലെയുള്ള കാര്യങ്ങൾ റിമെമ്പർ ചെയ്യുന്നത് എന്നുള്ളത് വെച്ച് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൊബലാണെങ്കിൽ റീകൺസ്ട്രക്ഷൻ, ആളൊരു കൺസ്ട്രക്ഷൻ വർക്കറാണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് വെക്കുക. സോ ഫ്രൊബൽ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഓക്കെ, ആൾ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരിക്കും, അപ്പോൾ റീകൺസ്ട്രക്ഷൻ. കണ്ടോ, ഇതുപോലെ വേണം നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ജോൺ ഡ്യൂയി എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ലൈഫിനെ കുറിച്ച് കുറേ പ്ലാൻസും പദ്ധതീസൊക്കെ ഉള്ള ആളാണ് ജോൺ ഡ്യൂയി എന്ന് മൈൻഡിൽ സങ്കല്പിക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഏതോർക്കത്തിൽ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് റോസിയോ ഓക്കെ നേച്ചർ, അപ്പോൾ നാച്ചുറൽ പ്രോസസ്സ്. ഇനി മോണ്ടെസ്രോയി എന്ന് പറയുമ്പോൾ ചൈൽഡ് റിലേറ്റഡ് ആണ്. സോ നമ്മളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിലുണ്ടായ റിപ്പിറ്റേഷൻ. ഇനി ഫ്രൊബൽ എന്ന് പറയുമ്പോൾ റീകൺസ്ട്രക്ഷൻ, ആൾ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് റീകൺസ്ട്രക്ഷൻ. ആൻഡ്
ജോൺ ഡ്യൂയി എപ്പോഴും ലൈഫിനെ പറ്റി വളരെയധികം പ്രിപ്പയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോ പ്രിപ്പറേഷൻ അണ്ടർസ്റ്റുഡ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ബിഫോർ കൺക്ലൂഡിങ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 18 ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഡ് ബി ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 18 ഞാൻ സ്കിപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഫോർ ഗിവിങ് മീ ദ പെർട്ടിക്കുലർ ആൻസർ. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ഔട്ട് ചെയ്തത്. ആൻഡ് ഹിയർ ഐ എം ഹാവിങ് the answer with me, so I am discussing that particular question also in this series. Question idana, self-contained instructional material known as, options are option A program, option B frame, option C capsule, and option D module. And here the answer will be option D, that is module. Again thank you my dear student for giving me that particular answer for this particular question. Okay, so with this note we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.